സുഹൃത്തെ, ഒരു സാധാരണ ലൈഫ് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ബേസ് ലെവലിൽ ജീവിക്കുന്ന ആളുകളുടെ ചിന്തകളും അത്യാവശ്യം ലൈഫിൽ വേണ്ടതൊക്കെ ഒരു ചാലഞ്ച് പോലെ നേടിയെടുത്ത് റിച്ചായിട്ട് ജീവിക്കുന്ന ആളുകളുടെ ചിന്തകളും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഞാനിന്ന് പറയുന്നത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള അധികം ആരും ശ്രദ്ധിക്കാത്തൊരു പോയിൻ്റാണിത്. അത്യാവശ്യം റിച്ചായിട്ടുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോയിൻ്റ് അവിടെ നിന്ന് കിട്ടും. ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തിനായിരുന്നു ഇത്രയും കാലം ഇത്രയൊക്കെ ഒരുപാട് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി ഇങ്ങനെ ഒരുപാട് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനം ഒന്നും ആവാത്ത രീതിയിൽ എന്തൊക്കെയോ ക്യാൻസൽ ചെയ്ത് കളഞ്ഞത് എന്നുള്ള ചിന്തകൾ നിങ്ങൾക്ക് തോന്നും. കാര്യം ഇത്രയേ ഉള്ളൂ, എല്ലാം നേടിയെടുക്കുന്ന ആളുകളിലേക്ക് ഒരാശയം വന്നു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യാന്നറിയോ? ഇവർക്ക് ഇവരെപ്പറ്റി ഇവരുടെ ക്വാളിറ്റിയെപ്പറ്റി നല്ലൊരു അറിവുണ്ടാവും. എനിക്ക് ഇത്രയേറെ കഴിവുണ്ട്, എനിക്ക് ഇത്രയേറെ കാര്യങ്ങളിൽ അറിവുകളുണ്ട്, ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഇവരെപ്പറ്റി ഭയങ്കരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാവും. ഈ വിശ്വാസത്തിലേക്ക് അവർ പെട്ടെന്ന് തന്നെ ആ ഐഡിയയെ ഒന്നിങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവർക്കൊരു ചിന്ത വരികയാണെന്ന് വിചാരിക്കാം. ഇവർ പെട്ടെന്ന് തന്നെ ഇവരെ കമ്പയർ ചെയ്തിട്ട് ഇതെന്നെ കൊണ്ട് കഴിയുന്നതാണ് അല്ലെങ്കിൽ ഇതെന്നെ കൊണ്ട് കഴിയുന്നതല്ല. കഴിയാത്തതാണെങ്കിൽ ഇവർ സ്പോട്ടിൽ ആ കാര്യം ഒഴിവാക്കും. കഴിയുന്നതാണെങ്കിൽ ഇവർ പെട്ടെന്ന് തന്നെ അത് നടപ്പിലാക്കാൻ നോക്കും. ഇതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു ക്വാളിറ്റിയാണിത്. എന്നാൽ സാധാരണക്കാരൻ ഇങ്ങനൊരു ആശയം വരുമ്പോൾ എന്താ ചെയ്യുന്നറിയോ? ഇയാൾക്ക് അവിടെ കൺഫ്യൂഷനാണ് സംഭവിക്കുക. ഇയാൾ കുറേ കാലം ഇതിങ്ങനെ മനസ്സിലിട്ട് നടന്ന് അതിൻ്റെ മുകളിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ, ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ കഴിയാതെ ഇതിങ്ങനെ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്ത് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകുന്നത് ഇയാൾ അറിയില്ല. എന്നാൽ മറ്റേ ആളുടെ സൈഡിലേക്കാണ് ഈ ആശയം വന്നതെങ്കിൽ അയാൾ ചിലപ്പോൾ പിറ്റേന്ന് തന്നെ അതിലേക്ക് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ടുണ്ടാവും. 1-2 മാസത്തിനിടയിൽ അയാൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടാവും. ആശയങ്ങൾ വരുമ്പോൾ ചിന്തയിലുണ്ടാവുന്ന ഈ ഒരു ഡിഫറൻസാണ് റിച്ച് ആയിട്ടുള്ള ആളുകളുടെയും പുവർ ആയിട്ടുള്ള ആളുകളുടെയും മേജർ ഡിഫറൻസ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എന്തെങ്കിലും നല്ല ചിന്തകൾ വരുമ്പോൾ, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ അത് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കി കളയുക. അതായത് നിങ്ങളുടെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു ആശയം വരികയാണെങ്കിൽ നിങ്ങൾ വേറെ പല കാര്യങ്ങളുടെ കൂടെയും ബിസി ആയിട്ട് ജീവിച്ചുകൊണ്ട് ആ ബിസി ആയിട്ടുള്ള ചിന്തകളുടെ കൂടെ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഈ കാര്യങ്ങളെപ്പറ്റിയും ചിന്തിച്ചുകൊണ്ട് നിങ്ങളറിയാതെ മാസങ്ങളോളം ഒരു ആക്ഷനും എടുക്കാത്ത രീതിയിൽ ഈ ആശയം നിങ്ങളുടെ കൂടെ തന്നെ ഇങ്ങനെ ജീവിച്ച് പോവുകയാണെങ്കിൽ കുറേ മാസങ്ങൾ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു ചിന്ത ഒരുപാടായിട്ട് എൻ്റെ അടുത്തുണ്ട്, പക്ഷേ എനിക്കൊന്നും ഇതിൻ്റെ മുകളിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചിന്ത. ഈ ഒരു തെറ്റ് റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് സംഭവിക്കുന്നില്ല. അവർ ഒന്നുകിൽ അത് ഒഴിവാക്കും, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇന്ന് തന്നെ എന്തെങ്കിലും ചെയ്യുന്ന രീതിയിൽ ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന രീതിയിൽ അവർ ബിസി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ ക്വാളിറ്റി നിങ്ങൾക്ക് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ബിസി ആയിരിക്കും. നിങ്ങൾക്ക് പിന്നെ ഒരുപാട് ചിന്തിച്ച് ഇങ്ങനെ തല പുകയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവില്ല, അത് കുറഞ്ഞു വരും. അതായത് നിങ്ങൾ കഴിയുന്നതും പ്രസൻറ്റ് ടെൻസിൽ ജീവിക്കാൻ തുടങ്ങും. പ്രസൻറ്റ് ടെൻസിൽ ജീവിക്കുന്ന ആളുകൾ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നില്ല, അവരെപ്പോഴും ബിസി ആയിരിക്കും. ആലോചിച്ചിരിക്കാൻ അവർക്കൊരു സമയം ഉണ്ടാവും, അത് ചിലപ്പോൾ മെഡിറ്റേഷനോ പ്രാർത്ഥനയോ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ആക്ഷനുള്ള സമയം, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയമാണ് അവരുടെ ലൈഫിൽ അവർ കൂടുതലും കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ഇനിയെങ്കിലും നിങ്ങളിലേക്ക് പുതിയ ആശയങ്ങൾ വരുമ്പോൾ, അതിപ്പോൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും ബിസിനസ് തുടങ്ങുന്ന കാര്യമാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുന്ന കാര്യങ്ങളാണെങ്കിലും ആരെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഇതൊന്നും ഒരുപാട് ലാഗ് ചെയ്യിപ്പിക്കാതെ ഒരു ബിസി ആയിട്ടുള്ളൊരു ഷെഡ്യൂളിൽ നിങ്ങൾ ബിസി ആയിട്ട് ജീവിക്കാൻ തുടങ്ങാം. സാധിക്കാത്ത കാര്യങ്ങളെപ്പറ്റി ഒരുപാട് ചിന്തിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല, അത് ഒഴിവാക്കുക. പക്ഷേ നിങ്ങളുടെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും ലാഗ് ചെയ്യിപ്പിക്കരുത്. ഇന്ന് തന്നെ അതിലേക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നിങ്ങൾ ചെയ്യണം. ഇതാണ് റിച്ച് ആയിട്ടുള്ള ആളുകളുടെ ഒരു പ്രധാന ക്വാളിറ്റി. ഒരിക്കലും എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആകുമ്പോൾ അതെനിക്ക് സാധിക്കില്ല എന്ന് നിങ്ങളോട് പറയാതിരിക്കുക, നിങ്ങളുടെ മനസ്സിൽ പറയാതിരിക്കുക, വാഗൊണ്ടും പറയാതിരിക്കുക. ഈ ചിന്തയ്ക്ക് പകരം ഒന്നുകിൽ സ്പോട്ടിൽ ഒഴിവാക്കുക, അടുത്ത പരിപാടി നോക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് സാധിക്കുന്നതാണ് എന്ന് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യുക. അത് നേടിയെടുക്കുന്നത് വരെ വർക്ക് ചെയ്യുക. ചിന്തകളിലേക്കും ആക്ഷൻസിലേക്കും അത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. ഒരുപാട് ആലോചിച്ചിരിക്കുന്ന ചിന്തകൾക്ക് നിങ്ങൾ വളരാനുള്ള ഒരു സമയം കൊടുക്കാതിരിക്കുക. അത് നിങ്ങളെ പുവറാക്കിക്കൊണ്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. താങ്ക് യു.